എവരിബഡി, ഗുഡ് മോർണിംഗ്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പം ഇന്ന് കൃഷ്ണജയന്തിയാണ്, കൃഷ്ണൻ്റെ ജന്മദിനമായതുകൊണ്ട് രാവിലെ എണീച്ച് കുളിച്ച് സൺസ്ക്രീമും ഇട്ട് കണ്ണും പിരുകവും ഒക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ലിപ് ബാമൊക്കെ ഇട്ട് മുടി കെട്ടി എന്നിട്ട് നേരെ അടുക്കളയിലോട്ട് ചെല്ലുവാണേ. എൻ്റെ വക കുറച്ച് സ്വീറ്റ്സ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അമ്മ അപ്പോഴത്തേക്കും വെളിയിൽ മുറ്റം അടിക്കുവാണേ. അപ്പം ഞാൻ വർക്ക് ഏരിയയിലെയും അടുക്കളയിലെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് 2 പാത്രം എടുത്താൽ കഴുകി. ആദ്യം തന്നെ കുറച്ച് നെയ്യ് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് ഐസ് ക്യൂബ് എടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ് നമുക്ക് ഇതുണ്ടാക്കാനാണ്, നെയ്യ് ഉണ്ടാക്കാൻ. എന്നിട്ട് കുറച്ച് മഞ്ഞളൊക്കെ അരച്ച് നമുക്ക് ഈ 2 കൃഷ്ണനെ ഒന്ന് അഭിഷേകം ചെയ്തെടുക്കാം. മഞ്ഞൾ വെള്ളം, പാല് നമുക്ക് കുടിക്കാൻ വേണ്ടതുകൊണ്ട് പാലൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മഞ്ഞൾ തേച്ച് വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞ് ഇതുപോലെ വൃത്തിയാക്കി നമ്മുടെ നെയ്യ് ഇതേപോലെ ഐസ് ക്യൂബിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ കൺസിസ്റ്റൻസി കിട്ടും. നല്ല അടിപൊളി കളറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കഴിച്ചില്ല, നേരത്തെ കഴിച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല രസമാണ് കാണാൻ. അപ്പം അപ്പുറത്തെ അമ്മ ഗ്യാസിൽ അരിപ്പായസത്തിനുള്ള അരി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി മൈദാമാവെടുത്ത് ഇച്ചിരി വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ഒരിച്ചിരി ഫുഡ് കളർ ആഡ് ചെയ്യുക. കാര്യം ഞാൻ സാധാരണ ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ ഫുഡ് കളറിൻ്റെ ഡേറ്റ് മൊത്തം കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഫുഡ് കളർ അങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഒരു ഇച്ചിരി നെയ്യ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ നെയ്യിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തൂരി എടുക്കുന്നുണ്ട്. ഈ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, ദേഹത്തോട്ട് തെറിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഹാക്ക് ട്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് റാഗി ആഡ് ചെയ്യുന്നുണ്ട്. റവ ഇടുന്നുണ്ട്. റവ ഇട്ട് നന്നായിട്ട് വറുത്തതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കണം. ഈ നെയ്യ് കിടന്ന് റവ വറക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് വേറൊരു പാത്രം എടുത്ത് വെച്ച് ആ പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. നേരത്തെ കാണിച്ച മൈദാമാവ് കലക്കി വെച്ചത് നമ്മുടെ ജിലേബിക്കാണ് കേട്ടോ. ഇപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ജിലേബി അതാണ്. അപ്പോൾ ആ ഒരു ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ജിലേബിയും ഗുലാബ് ജാമും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എടുക്കുന്നത്. എന്നിട്ട് റവ ലഡ്ഡുവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റവയൊക്കെ ഇട്ട് ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് നമ്മൾ ഈ ഗുലാബ് ജാമുൻ മേടിച്ചിപ്പോൾ കിട്ടുന്ന ഒരു സിറപ്പുണ്ട്, ആ സിറപ്പ് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഫസ്റ്റ് നമ്മളൊരു ഡ്രോപ്പ് ആഡ് ചെയ്യണം, തിളച്ച് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുക. ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചാൽ